അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്ന ഒരു ഏരിയയാണ്, പ്രോബ്ലം ഏരിയയാണ്. നമ്മൾ നേരത്തെ ടൈപ്സ് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അകത്ത് നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് ടൈം ഫാക്ടർ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല. പക്ഷെ ഓൺ ദ ബേസ് ഓഫ് ഫ്ലെക്സിബിലിറ്റിയിൽ ഫ്ലെക്സിബിൾ ബജറ്റ്സിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫ്ലെക്സിബിൾ ബജറ്റ്സിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഫ്ലെക്സിബിൾ ബജറ്റിൽ നമ്മൾ എന്താണ്, എങ്ങനെയാണ് ബജറ്റ് ഫോം ചെയ്യുന്നത് നമുക്ക് ഓർമ്മ. ഫ്ലെക്സിബിൾ ബജറ്റ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പല ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ബജറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് നമ്മൾ ഫോം ചെയ്യും. അപ്പോൾ പല ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സേ നമുക്ക് നമ്മുടെ കപ്പാസിറ്റീൻ്റെ 100% പ്രൊഡക്ഷൻ നടത്താൻ പറ്റിയെന്ന് വരില്ല എല്ലാവരും. അപ്പൊ നമ്മൾ 100% മാത്രമുള്ള എസ്റ്റിമേറ്റ് ഫോം ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 80% ആണെങ്കിൽ അപ്പൊ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ പല ലെവൽസിന് വേണ്ടി, പല ലെവൽസ് എന്ന് പറയുമ്പോൾ 100%, ഇപ്പൊ നമ്മുടെ 100% കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5000 യൂണിറ്റ്സ് ആയിരിക്കും. അപ്പോൾ 5000 യൂണിറ്റ്സ്, പിന്നെ നമ്മൾ 80% കപ്പാസിറ്റി, അതായത് നമ്മുടെ കപ്പാസിറ്റി 100% എന്ന് പറയുന്നത് 5000 യൂണിറ്റ്സ് ആണ്. അപ്പൊ 100% 5000 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ നമ്മുടെ ബജറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഇത് ബജറ്റഡ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ ഉണ്ടാക്കിയ കോസ്റ്റ് ഷീറ്റ് നമ്മൾ ആക്ച്വലി വന്ന ചെലവായി, ഇത് നമ്മൾ അതിന് മുൻപേ ബജറ്റ് ചെയ്യാണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രിൻസിപ്പൽ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ 5000 നമ്മുടെ 100% കപ്പാസിറ്റി ആകുമ്പോൾ 5000 ഉണ്ടാക്കാൻ എത്ര പൈസ ചെലവാകും എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം, നമ്മൾ ഓരോ ഫാക്ടറും എടുക്കും. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈം കോസ്റ്റ് ആക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റു വരുന്ന ഓവർ ഹെഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എസ്റ്റിമേഷൻ. എന്നിട്ട് ഇതിന്റെ എന്തിനാ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആക്ച്വലി ബജറ്ററി കൺട്രോളിന് വേണ്ടിയിട്ടാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വൽ കോസ്റ്റ് എത്ര ചെലവാകുന്നത്, ചിലപ്പോൾ ആക്ച്വൽ നമ്മൾ ഇവിടെ എടുക്കുന്ന പൈസ ആയിരിക്കില്ല ആക്ച്വൽ ആയിട്ട് ചെലവാകും. അപ്പൊ ഇതിനൊരു കമ്പാരിസന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫ്ലെക്സിബിൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 100% മാത്രമല്ല ചെയ്യും, നമ്മൾ 80%, 4000 യൂണിറ്റ്സിന് ഇതേപോലെ തന്നെ. ഇപ്പോൾ 4000 യൂണിറ്റ്സ് നിങ്ങൾക്ക് അറിയാം വ്യത്യാസം വരും അല്ലെ. 5000 യൂണിറ്റ്സ് ഉണ്ടാക്കിയ അത്ര പൈസ വേണ്ടി വരില്ല. ഇപ്പോൾ 4000 യൂണിറ്റ്സ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഇപ്പോൾ കൂടാൻ കുറയാം. അതേപോലെ തന്നെ 60% എത്രയാണോ, 60% എന്ന് പറയുമ്പോൾ എത്ര യൂണിറ്റ്സ് ആണ് നോക്കിയിട്ട് ആ യൂണിറ്റ്സിനുള്ളത് നമ്മൾ ഇങ്ങനെ പല ലെവൽസിലുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് ഫ്ലെക്സിബിൾ ബജറ്റിന്റെ ബേസിക്. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവുന്നത്. പക്ഷെ ഇതിന്റെ മുൻപേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള കോസ്റ്റ്, ഇപ്പൊ നമ്മൾ ഫ്ലെക്സിബിൾ ബജറ്റിന് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള കോസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ടൈപ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ പഠിച്ചാണ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച ഒരു 3 തരത്തിലുള്ള കോസ്റ്റുകൾ നമ്മൾ ഇവിടെ എടുക്കും. എന്തൊക്കെയായിരുന്നു, ഫിക്സ്ഡ് കോസ്റ്റ് എടുക്കും, വേരിയബിൾ കോസ്റ്റ് എടുക്കും, അതേപോലെ തന്നെ സെമി ഫിക്സ് അല്ലെങ്കിൽ സെമി വേരിയബിൾ കോസ്റ്റ് നമ്മൾ. ഓക്കെ, അപ്പൊ ഈ 3 നേച്ചറുള്ള കോസ്റ്റ് നമ്മൾ. അപ്പൊ ഈ കോസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചൊരു ബേസിക് തിയറി നമുക്ക് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും പഠിക്കുമ്പോൾ നമ്മൾ ചില ബേസിക് തിയറീസ് നമ്മൾ പഠിച്ചു. വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും പഠിക്കുമ്പോൾ നമ്മൾ ചില ബേസിക് തിയറീസ് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? അപ്പൊ വേരിയബിൾ കോസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു വെച്ചാൽ, വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. അതായത് നമ്മൾ ഔട്ട്പുട്ടിനെ കൂടോ കുറയോ ചെയ്യുന്നതിനനുസരിച്ച് മാറുന്ന, കൂടോ കുറയോ ചെയ്യുന്ന കോസ്റ്റ് ആണ് എന്ത് എന്ന് പറയുന്നത്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഇവിടെയുള്ള ഇംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വേരിയബിൾ കോസ്റ്റിന്റെ ഒരു ഗ്രാഫ് ഒക്കെ വരച്ചിരുന്നു അല്ലെ. ഇതായിരുന്നു വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് നമ്മൾ പറയുന്നത്. അപ്പൊ വേരിയബിൾ കോസ്റ്റിന്റെ ഗ്രാഫ് പറയുമ്പോൾ ഇവിടെ നമ്മൾ കോസ്റ്റ് എടുത്താല്, ഇവിടെ ഔട്ട്പുട്ടും എടുത്താല്, കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും, ഔട്ട്പുട്ടും. അതായത് ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് നമ്മൾ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തും കൂടും, കോസ്റ്റും. അപ്പൊ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഡസ്റ്റർ ഉണ്ടാക്കാം. യു ഹാവ് ടു മേക്ക് എ ഡസ്റ്റർ. അപ്പൊ ഈ ഡസ്റ്റർ ഉണ്ടാക്കാൻ നമുക്ക് പലതരത്തിലുള്ള റോ മെറ്റീരിയൽ. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന ഒരു റോ മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് നമ്മൾ ഈ കാണുന്ന പ്ലാസ്റ്റിക് എന്ന്. അപ്പൊ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ സപ്പോസ് ഈ പ്ലാസ്റ്റിക്കിന് ഒരു ഡസ്റ്റർ ഉണ്ടാക്കാനുള്ള പ്ലാസ്റ്റിക്കിന് 10 രൂപയുടെ കോസ്റ്റ്. കോസ്റ്റ് 10 രൂപയാണ് കോസ്റ്റ്.
അപ്പൊ നമ്മൾ ഇതിനെ വരച്ചു നോക്കുമ്പോൾ അതൊരു വേരിയബിൾ കോസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു റോ മെറ്റീരിയൽ ആണ്, ഡയറക്ട് മെറ്റീരിയൽ ആണ്, റോ മെറ്റീരിയൽ ആണ്. റോ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരു ഡെസ്ക് ഉണ്ടാക്കാൻ നമുക്ക് 10 രൂപയുടെ പ്ലാസ്റ്റിക് വേണം. ഒരു ഡെസ്ക് ഉണ്ടാക്കാൻ എത്ര രൂപയുടെ പ്ലാസ്റ്റിക് വേണം? 10 രൂപയുടെ പ്ലാസ്റ്റിക് വേണം. അങ്ങനെയാണെങ്കിൽ 2 ഡെസ്ക് ഉണ്ടാക്കാനോ 2 ഡെസ്ക് ഉണ്ടാക്കാൻ നമുക്ക് 20 രൂപയുടെ വേണം. 10 എണ്ണം ഉണ്ടാക്കാനോ 100 രൂപയുടെ വേണം. അപ്പൊ നിങ്ങൾ നോക്കൂ, ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്താവും? കോസ്റ്റും കൂടും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റും എന്താവും? കൂടും. പക്ഷെ ഒരു കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ്. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ കോസ്റ്റില് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടന്റ് ആയിട്ടും ഒരിക്കലും മറക്കാനും പാടില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ഉണ്ടാവും. കൂടുന്നത് നോക്കൂ, ഒരു ഡെസ്ക് ഉണ്ടാക്കാൻ 10 രൂപന്റെ പ്ലാസ്റ്റിക് വേണം. 2 ഡെസ്ക് ഉണ്ടാക്കാൻ അപ്പൊ 20 രൂപന്റെ വേണ്ടി 10 ഉണ്ടാക്കാൻ അപ്പൊ. പക്ഷേ പെർ യൂണിറ്റ് എന്താവും? വേരിയബിൾ കോസ്റ്റ് സെയിം ആയിരിക്കും. എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ ഒരു ഡെസ്ക് ഉണ്ടാക്കാൻ 10 യൂണിറ്റ്, അപ്പോ 2 ഡെസ്ക് ഉണ്ടാക്കാൻ 20 രൂപ. അങ്ങനെ ആകുമ്പോ ഒരു ഡെസ്ക് ഉണ്ടാക്കാൻ എത്ര തന്നെ? 20/2. ഇനി 100 യൂണിറ്റ്സ് ആയാലോ 100/10. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. വേരിയബിൾ കോസ്റ്റ് എന്തിനനുസരിച്ച് കൂടും? ഔട്ട്പുട്ടിനനുസരിച്ച് കൂടും. എന്ത് വേരിയബിൾ കോസ്റ്റ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വിൽ ഇൻക്രീസ് വിത്ത് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. പക്ഷേ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ഇത് നിങ്ങൾ ഓർമ്മിച്ചു. അടുത്തൊരു കാര്യം, ഇതേപോലെ തന്നെ മറ്റൊരു സാധനം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് ചാർട്ട് ഇങ്ങനെയായിരുന്നു വന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിരുന്നു? ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ those costs which does not change according to the level of output. Those costs which does not change according to the level of output. ഇവിടെ വരച്ചു കഴിഞ്ഞാല് നമ്മളിവിടെ കോസ്റ്റും ഇവിടെ ഔട്ട്പുട്ടും എടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഇവിടെ 5 ഔട്ട്പുട്ട് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ 10 ആവും, ഇവിടെ 15 ആവും. അപ്പൊ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടില്ല? ഈ കോസ്റ്റിന് ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. നമ്മൾ പഠിച്ചിട്ട് പെർട്ടിക്കുലർ ലെവൽ ഓഫ് മാക്സിമം കപ്പാസിറ്റി എത്തുന്നവരാണ് ഒരു ലെവൽ കഴിയുമ്പോൾ കൂടും. ഇപ്പൊ ഇതാ, അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്താവില്ല? കോസ്റ്റ് കൂടില്ല. അതിനെക്കൊണ്ടായിരുന്നു നമ്മൾ ഇതിന് എന്ത് പറയുന്നത്? ഫിക്സ്ഡ് കോസ്റ്റ് എന്ന്. അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റിന്റെ സ്പെഷ്യൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇങ്ങനെ വരച്ചു നോക്കിയാൽ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും. ഒരു റൂം റെന്റ് നമുക്ക് എന്താക്കിയില്ല? ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. റൂം റെന്റ് ഫിക്സ്ഡ് ആണ്. അപ്പോ നിങ്ങൾ ഒരു റൂം വാടകയ്ക്ക് എടുത്തു. ആ റൂമില് നിങ്ങൾ ഒരു ഡെസ്ക് ഉണ്ടാക്കിയാലും 10 ഡെസ്ക് ഉണ്ടാക്കിയാലും ഇനി 100 ഡെസ്ക് ഉണ്ടാക്കിയാലും അതിന്റെ റൂമിന് കൊടുക്കേണ്ട റെന്റ് എന്തായിരിക്കും? ഫിക്സ്ഡ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു റൂം വാടകയ്ക്ക് എടുത്തു, റൂം റെന്റിന് എടുത്തു. റൂമിന്റെ ടോട്ടൽ റെന്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. റൂമിന്റെ റെന്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പൊ നിങ്ങൾ ഒരു ഡെസ്ക് ഉണ്ടാക്കിയാലും ഒരു യൂണിറ്റ് ഉണ്ടാക്കിയാലും നിങ്ങൾ മാസാവസാനം ഈ 1000 രൂപ കൊടുക്കണം. 2 യൂണിറ്റ് ഉണ്ടാക്കിയാലും നിങ്ങൾ 1000 രൂപ കൊടുക്കണം. ഇനി 10 യൂണിറ്റ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ 1000 രൂപ. അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റിന്റെ നേച്ചർ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്താവില്ല? ഫിക്സ്ഡ് കോസ്റ്റ് കൂടില്ല. ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. പക്ഷെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താവില്ല? കോൺസ്റ്റന്റ് ആവില്ല. ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് കൂടും. പക്ഷേ പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് നോക്കാം നമുക്ക്. പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ നിങ്ങൾ നോക്കൂ, നേരത്തെ നമ്മൾ 1000 രൂപക്ക് ഒരു റൂം റെന്റിന് എടുത്ത് അവിടെ ഒരു ഡെസ്ക് ആണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ ഡെസ്ക് വിൽക്കുമ്പോൾ ആ 1000 രൂപ നമുക്ക് എന്തിൽ നിന്ന് കിട്ടണം? ഈ ഒറ്റ ഡെസ്കിന് കിട്ടണം. ഫിക്സ്ഡ് കോസ്റ്റ് മൊത്തം ഈ ഡെസ്ക് ആണ്. അപ്പൊ പെർ യൂണിറ്റ് വാല്യൂ, പെർ യൂണിറ്റിൽ എത്ര ഫിക്സ്, ഒരു ഡെസ്ക് ഉണ്ടാക്കാൻ എത്ര ഫിക്സ്ഡ് കോസ്റ്റ് പോകുന്നുണ്ട്? 1000 രൂപ ഫിക്സ്ഡ് കോസ്റ്റ് പോകുന്നുണ്ട്. 2 ഡെസ്ക് ഉണ്ടാക്കാനോ 500 രൂപ ഫിക്സ്ഡ് കോസ്റ്റ്. 10 ഡെസ്ക് ആണെങ്കിലോ. അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് നോക്കൂ, പെർ യൂണിറ്റ്
അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും, കുറയും. ഔട്ട്പുട്ടിന്റെ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് കുറയും. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം ഓർമ്മിച്ച് വെക്കേണ്ടത് ഈ രണ്ട് കമ്പാരിസൺ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാൻ ഞാൻ, വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ടിന്റെ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടും. ഫിക്സ്ഡ് കോസ്റ്റ് ഔട്ട്പുട്ടിന്റെ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവില്ല, കൂടില്ല. പക്ഷെ പെർ യൂണിറ്റ് എടുത്ത് നോക്കുമ്പോൾ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ ഔട്ട്പുട്ട്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് എന്താവില്ല, മാറില്ല. പെർ യൂണിറ്റ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും, ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. ഇനി നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന്റെ ക്വസ്റ്റ്യൻസിലേക്ക്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ഈ കാര്യം മറക്കരുത്, ഈ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇനി ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് 1 by 1 4-5 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചെയ്യാവുള്ളൂ. അപ്പൊ നമുക്കത് 1 by 1 ആയിട്ട് നമുക്കത്